പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെന്താ ബാത്റൂമിനകത്തൊന്നും ഇൻട്രോ ഒന്നല്ലേ? ഇച്ചിരി വെട്ടമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ദേ അകത്ത് കയറി ചെറിയൊരു ജലദോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എവിടെ പോകാമെന്നല്ല, ആക്ച്വലി നമ്മൾ ബുക്ക് ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. ട്രിവാൻഡ്രത്ത് ബുക്ക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. കേരള നിയമസഭയിലാണ് ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പം കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള പബ്ലിക്കേഷൻസിൻ്റെ ബുക്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്താണ്, അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. രാവിലെ 9-9:30 തൊട്ടോ വൈകിട്ട് 10 മണി വരെയാണ് എൻട്രി ഉള്ളത്. ഫ്രീ ആണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും പോവാം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് പോയി നോക്കാം. കുറച്ച് ബുക്സൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതെന്താണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. അമ്മയുണ്ട്, പാർത്തനുണ്ട്, കസിൻസ് ഉണ്ട്, മോളുണ്ട്, പാച്ചിയുണ്ട്. നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ്. അപ്പം ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇത് ലാൻകോമിൻ്റെ നമ്പർ വന്നിട്ട് 507 ആണ്. ഈ ഒരു ഡീപ്പ് റെഡ് ഷെയ്ഡ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. മതി, ഇത്രയും മതി. രാത്രി എന്നല്ലോ, വേറെ ആരും കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞാനും ബബ്ബിയും ആമിയും മാത്രം ഓട്ടോയിലാണ്. ബാക്കി കസിൻസും അമ്മയും പാർത്തനും ഒക്കെ കാറിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ നിയമസഭയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിയമസഭ ലൈറ്റ്സ് ഒക്കെ ഇട്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ നിയമസഭയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ജമീലാൻ്റെയും ഇവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാനും മോളും പാച്ചൊക്കെ കൊച്ചിലേ ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നൊസ്റ്റു അടിക്കുന്നുണ്ട് ഇതിനകത്ത് കയറിയപ്പോൾ. പിന്നെ ബുക്ക് ഫെസ്റ്റിവൽ ഇത് 3rd ടൈം ആണ് കേട്ടോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള 2nd ബുക്ക് ഫെസ്റ്റിവലാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പ്രോഗ്രാം കാണാൻ കയറി. കുറച്ച് പാട്ടൊക്കെ കേട്ടു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുക്സ് നോക്കാനായിട്ട് ഇറങ്ങി. ആമിക്ക് ട്വിസ്റ്റഡ് ലവ് ആ ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ട്വിസ്റ്റഡ് ലവ് ബൈ ആന ഹുവാങ്. അതൊരു സീരീസ് ഓഫ് ബുക്സ് ആണ് കേട്ടോ. ട്വിസ്റ്റഡ് ലവ്, ട്വിസ്റ്റഡ് ഗെയിംസ്, ട്വിസ്റ്റഡ് ഹെയ്റ്റ്, ട്വിസ്റ്റഡ് ലൈസ്, അങ്ങനെ 4 ബുക്കാണ് വരുന്നത്. അത് തപ്പി അവൾ നടക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ ഞാനും നടക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് പാർത്തന് സ്റ്റോറി ബുക്കും കളർ ചെയ്യുന്ന ബുക്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മേടിച്ചു. ഞാൻ 2-3 ബുക്സ് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കും. അമ്മേ, ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ്. സാറ് കാണുവാണെങ്കിൽ എന്നെ കൊല്ലു. നിങ്ങൾ 40 റൂൾസ് ഓഫ് ലവ് വായിച്ചിട്ടുണ്ടോ? വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് വായിക്കും കേട്ടോ. അതിൽ റൂൾ നമ്പർ 24 ഉണ്ട്. അതിങ്ങനെയാണ്: ഹെൽ ഈസ് ഇൻ ദ ഹിയർ ആൻഡ് നൗ, സോ ഈസ് ഹെവൻ. Quit worrying about hell or dreaming about heaven, as they both are present inside this very moment. Every time we fall in love, we ascend to heaven. Every time we hate, envy or fight someone, we tumble straight into the fires of hell. True അല്ലേ? ഈ ബുക്കിനെ പറ്റി നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും അല്ലേ? ദ സീക്രട്ട്, അത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടുള്ള ബുക്കാണ്. ഇത് ജമീലാനിയുടെ ഹസ്ബൻഡ് അങ്കിളിൻ്റെ ബുക്കാണ് കേട്ടോ. അങ്ങനെ ആമിയുടെ ട്വിസ്റ്റഡ് സീരീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കഴിക്കാനാണ്. അപ്പോൾ കുടുംബശ്രീയുടെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് സ്പെഷ്യൽ, രാമശ്ശേരി ഇഡ്ഡലി, പിന്നെ വയനാട്ടിൽ എന്താ വനസുന്ദരി ചിക്കനോ അങ്ങനെ എന്തോ സംഭവം, പിന്നെ കോട്ടയത്തെ, അങ്ങനെ പല പല സ്ഥലങ്ങളിലെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാമശ്ശേരി ഇഡ്ഡലി വാങ്ങിച്ചു, ഒരു കിഴി ബിരിയാണി വാങ്ങിച്ചു, പിന്നെ ഇടിയപ്പവും കറിയും വാങ്ങിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒരു ജ്യൂസ് ആവാം അല്ലേ? ഞങ്ങൾ ക്യാരറ്റ് ജ്യൂസ് വാങ്ങിച്ചു. കുഞ്ഞേച്ചി ക്യാരറ്റ് ജ്യൂസാണ് വാങ്ങിച്ചത്. ക്യാരറ്റ് ജ്യൂസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഓറഞ്ച് ജ്യൂസാണ് ഞാൻ വാങ്ങിച്ചത്. അതിലവർ ഷുഗർ ഇട്ടില്ലായിരുന്നു. അമ്മേ, ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. ബുക്സിൻ്റെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തു, പക്ഷേ എന്നാലും കൾച്ചറൽ പ്രോഗ്രാം ഇപ്പോഴും നടക്കുന്ന കാരണം കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. രാത്രി 11 മണിയായി. A few moments later. ഹലോ ഗൈസ്, അപ്പോൾ വീടെത്തി. നല്ല ലേറ്റ് ആയിട്ടോ. ഞാൻ 2 ബുക്സ് മേടിച്ചു, അത് കാണിക്കാനാണ് ഇപ്പം ഞാൻ വന്നത്. അത് ഞാൻ കാണിച്ചു തരാം.
ഈ 2 ബുക്സാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ദ ആർട്ട് ഓഫ് ബീയിങ് എലോൺ. പിന്നെ ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് ബൈ വെക്സ്കിൻ. ഈ 2 ബുക്സാണ് ഞാൻ വാങ്ങിച്ചത്. വേറെ എന്താണ് വിശേഷം? വേറെ ഒന്നുമില്ല. നല്ല ലേറ്റായി, ഉറങ്ങാൻ പോവാണ്. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാടാ.